ഊഡ കേദാറിൽ നിന്നും തിരിച്ചുള്ള യാത്ര. വരുന്ന വഴി ജ്വാലാമുഖി ക്ഷേത്രത്തിലേക്ക് റോഡിൽ ഒരു കവാടം കണ്ടിരുന്നു. അവിടെ നിന്നും 24 കിലോമീറ്ററോളം യാത്രയുണ്ട് ആ ക്ഷേത്രത്തിലേക്ക്. ആ ഒരു ക്ഷേത്രത്തെപ്പറ്റി അറിയാമായിരുന്നില്ല, അതിനാൽ യാത്രാ പ്ലാനിൽ ഉണ്ടായിരുന്നതുമല്ല. പക്ഷേ ആ ഒരു പേര് അങ്ങോട്ടേക്ക് പോകണം എന്ന് മനസ്സിൽ തോന്നിപ്പിക്കുന്നു. ഇവിടെ വഴിയരുകിൽ ഒരു ഗ്രാമീണ ക്ഷേത്രം കാണാനുണ്ട്. മുകളിൽ സ്ലേറ്റ് കല്ലുകൾ പാകിയ ഒരു കൊച്ചു ക്ഷേത്രം. ഏതോ ഗ്രാമദേവതയുടേതാണ്. ഒരു ശിലയാണകത്ത്. മലമുകളിൽ നിന്നും ഒരു നീർച്ചാൽ ഒഴുകുന്നതിൻ്റെ വഴി കാണാം. മഴക്കാലത്ത് മാത്രം ഉണ്ടാകുന്നതാകാം. ചെറിയ ചെറിയ പല നീർച്ചാലുകളും മലമുകളിൽ നിന്നും നദിയിൽ വന്ന് ചേരുന്നുണ്ട്. മലയുടെ അടിവാരം നദിയിലെത്തി നിൽക്കുന്നു. വർഷക്കാലത്ത് തെലങ്കന നദി ഏതുവരെ നിറഞ്ഞൊഴുകുമെന്നത് നദിക്കരയിലെ മണ്ണിൽ നദീതീർത്ത അടയാളങ്ങൾ കാണിച്ചു തരുന്നു. ഹിമാലയത്തിൽ ഉത്തരാഖണ്ഡിലായാലും ഹിമാചൽ പ്രദേശിലായാലും ശിവക്ഷേത്രങ്ങളും ദേവീക്ഷേത്രങ്ങളുമാണ് കൂടുതലും കാണപ്പെടുന്നത്. ദേവപ്രയാഗിലെ രഘുനാഥ ക്ഷേത്രവും ബദ്രിനാഥ ക്ഷേത്രവും വൈഷ്ണവ ക്ഷേത്രങ്ങളാണ്. ഇവിടെ നിന്നും ഇനി ഇടത്തു തിരിഞ്ഞാണ് മുകളിലേക്ക് പോകേണ്ടത്. നമ്മൾ ഇപ്പോൾ പോകുന്നത് ബിനഖാൽ എന്ന സ്ഥലത്തേക്കാണ്. അവിടെയാണ് ജ്വാലാമുഖി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഖാൽ എന്നാൽ മലമുകൾ എന്നർത്ഥം. 24 കിലോമീറ്റർ സിംഗിൾ റോഡിലൂടെ തന്നെയാണ് യാത്ര. ബിനഖാലിൽ എത്തിയിരിക്കുന്നു. ഇവിടെ നിന്നും വലത്തു തിരിഞ്ഞു പോകുന്നത് മറ്റൊരു ഗ്രാമത്തിലേക്കാണ്. നേരെ മുന്നിൽ കാണുന്ന മലമുകളിലാണ് ക്ഷേത്രം. ആ കാണുന്ന ചവിട്ടുപടികൾ വഴി മുകളിൽ കയറി വേണം പോകാൻ. ചവിട്ടുപടികൾക്ക് മുകളിൽ ഒരു കവാടം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഇവിടെ ഇടതുവശത്ത് മറ്റൊരു കവാടവും കാണാം. ബിനഖാലിലെ ഗവൺമെന്റ് ഇന്റർമീഡിയറ്റ് കോളേജാണിത്. കോൺക്രീറ്റ് ചെയ്ത നടപ്പാതയാണ് മുകളിലേക്ക്. മലമുകളിൽ നിറയെ പൈൻ വൃക്ഷങ്ങളും ദേവദാരു വൃക്ഷങ്ങളുമാണ്. ആ കാണുന്ന കുത്തനെയുള്ള ചവിട്ടുപടികൾ കയറി ക്ഷേത്രത്തിലെത്താം. മണാലിയിൽ ഹഡിംബ ക്ഷേത്രത്തിന് ചുറ്റുമാണ് ഇത്തരത്തിൽ മരങ്ങളുള്ളത്. ഒട്ടുമിക്കവാറും ദേവീക്ഷേത്രങ്ങളും മലമുകളിൽ തന്നെയാണ്. അതെന്തുകൊണ്ടാണെന്ന് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഇത്തരം ക്ഷേത്രങ്ങളിലേക്ക് എത്തുന്ന വിശ്വാസികൾ വ്രതങ്ങളും മറ്റും എടുത്താണ് വരുന്നത്. അത് അവരുടെ കായികക്ഷമതയെ വർദ്ധിപ്പിക്കുന്നുണ്ടായിരിക്കാം. കേരളത്തിലെ ശബരിമലയും അത്തരത്തിലുള്ളതാണല്ലോ. പണ്ട് വെറും കാട്ടുവഴികൾ മാത്രം ഉണ്ടായിരുന്നിടത്തെല്ലാം ഇന്ന് നല്ല നടപ്പാതകളും ചവിട്ടുപടികളുമെല്ലാം നിർമ്മിച്ചിരിക്കുന്നു. നിറയെ പൈൻ മരങ്ങളും ദേവദാരു വൃക്ഷങ്ങളും. താഴെ ബിനഖാലിലെ ഗ്രാമപ്രദേശങ്ങളും വീടുകളും കാണാം. ഇന്ന് കല്ലുകൾ പാകിയ മേൽക്കൂരകളുള്ള വീടുകൾ വളരെ വിരളമാണ്. എല്ലാം കോൺക്രീറ്റ് ഭവനങ്ങളാണ്. ഷീറ്റുകളിട്ട മേൽക്കൂരകളാണ് മിക്കവയുടെയും. ബിനഖാൽ കൂടാതെ പല ഗ്രാമങ്ങളും ഇവിടെ നിന്നും കാണാനുണ്ട്. അവരുടെ തട്ടുതട്ടായുള്ള കൃഷിസ്ഥലങ്ങളും കാണാം. ഇത്ര നേരം ബൈക്ക് ഓടിച്ചു വന്നതുകൊണ്ടാകാം പടികൾ കയറുമ്പോൾ ക്ഷീണം തോന്നുന്നത്. ഇനിയും കുറെ പടികൾ കയറണം ക്ഷേത്രത്തിലേക്ക്. മലമുകളിലെ ഗ്രാമീണർക്ക് എല്ലാം നിറങ്ങൾ നിറഞ്ഞതാണ്.
പലതരം കടും നിറങ്ങൾ അവർ വീടുകളിലും വസ്ത്രങ്ങളിലുമെല്ലാം ഉപയോഗിക്കുന്നു. ഇവിടെ കവാടങ്ങളിലും പടികളിലും അത് കാണാം. എല്ലാ കവാടങ്ങളിലും മണികളുണ്ട്. മുൻവശത്ത് തന്നെ ഒരു വലിയ ഷെഡ് കെട്ടിയിട്ടുണ്ട്. ആഘോഷങ്ങൾക്കായുള്ളതാണ്. ഇടതുവശത്ത് മതിലിൽ ഇരിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ദേവദാരു വൃക്ഷത്തിന്റെ ഇലകളാണ് വൈക്കോൽ പോലെ ഈ താഴെ കിടക്കുന്നത്. ഇടതുവശത്തു നിന്ന് മറ്റൊരു വഴിയും ക്ഷേത്രത്തിലേക്ക് വന്നെത്തുന്നുണ്ട്. ക്ഷേത്രാങ്കണത്തിലേക്ക് കടക്കുന്നിടത്ത് വീണ്ടും ഒരു കവാടവും മണിയുമുണ്ട്. ടൈൽസൊക്കെ പാകിയ മുറ്റം പുതിയ ക്ഷേത്രമായാണ് കാണപ്പെടുന്നത്. പണ്ടിവിടെ വളരെ ചെറിയൊരു ക്ഷേത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ഗ്രാമവാസികൾ ചേർന്ന് ഒരു കൂടിയാലോചന നടത്തി ജീർണോദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. രാജസ്ഥാനിൽ നിന്ന് കല്ലുകളും ശില്പികളെയും എത്തിച്ച് 2.5 കോടിയിലധികം ചിലവ് ചെയ്താണ് ഈ ക്ഷേത്രം നവീകരിച്ചിരിക്കുന്നത്. ഗ്രാമവാസികൾ നൽകിയ സംഭാവനകൾ കൊണ്ടാണ് ക്ഷേത്ര നിർമ്മാണത്തിനുള്ള പണം കണ്ടെത്തിയത്. ഇതാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. രാജസ്ഥാനിൽ നിന്ന് വന്ന ശില്പികൾ അവരുടെ രാജസ്ഥാനി ശൈലിയിലാണ് ക്ഷേത്രം പണിതിരിക്കുന്നത്. അതിനാൽ പരമ്പരാഗത ഉത്തരാഖണ്ഡ് ഗഡ്വാളി ശൈലിയല്ല ക്ഷേത്രത്തിന്. ഇവിടെ വലിയൊരു മണി സ്ഥാപിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൽ ഞങ്ങളെ കൂടാതെ മറ്റാരെയും കാണാനില്ല. പക്ഷേ മാലകളും തോരണങ്ങളും മറ്റും കാണാനുണ്ട്. ഏതോ ഉത്സവം കഴിഞ്ഞ പോലെയുള്ള പ്രതീതി. അപ്പോഴാണ് ഈ ചെറുപ്പക്കാരൻ വന്നത്. ആശിഷ് റാണ എന്നാണ് പേര്. ആശിഷ് ഒരു ഷെഫാണ്. ഉത്തരാഖണ്ഡിൽ പല ആൾക്കാരും ഷെഫ് എന്ന പ്രൊഫഷൻ തിരഞ്ഞെടുത്ത് വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. ബൂഡ കേദാറിലും മറ്റൊരു ഷെഫിനെ നമ്മൾ കണ്ടിരുന്നു. പലർക്കും മലയാളി സുഹൃത്തുക്കളുമുണ്ട് ഗൾഫ് നാടുകളിൽ. ആശിഷ് ബിനക്കാൽ സ്വദേശി തന്നെയാണ്. താഴെ താഴ്വരയിലാണ് വീട്. ക്ഷേത്രത്തിലെ പൂജാരിയുടെ സഹോദരൻ മരണപ്പെട്ടതിനാലാണ് ക്ഷേത്രം താഴിട്ട് വെച്ചിരിക്കുന്നത്. ഇതൊരു ഗ്രാമക്ഷേത്രമായതിനാൽ മറ്റു പൂജാരിമാരില്ല. ഇനി കുറച്ചുനാൾ ചടങ്ങുകൾക്ക് ശേഷമേ പൂജാരി വരൂ. ഏപ്രിൽ ആദ്യവാരത്തിൽ ഇവിടുത്തെ ഉത്സവമായിരുന്നു. താഴെ താഴ്വരയിൽ കാണുന്ന ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്രയായി ജനങ്ങൾ മുകളിലെ ക്ഷേത്രത്തിലേക്ക് എത്തുന്നു. പരമ്പരാഗതമായ വാദ്യമേളങ്ങളോടുകൂടിയാണ് ഘോഷയാത്ര. ഈ കാണുന്ന വഴിയിലൂടെ നടന്നാണ് മുകളിലെത്തുന്നത്. ആശിഷിന്റെ സുഹൃത്താണിത്. ഇനി 24 കിലോമീറ്റർ താഴെ ചെന്നിട്ട് വേണം ചമിയാലയിലേക്കുള്ള വഴിയിലേക്ക് എത്താൻ. പൈൻ കാടുകൾക്കിടയിലൂടെ വഴി പോകുന്നു. ഇപ്പോൾ ഇടതുവശത്തായതിനാൽ ആശ്വാസമുണ്ട്. പെട്ടെന്നൊരു വാഹനം ഫോണില്ലാതെ കയറി വന്നാൽ താഴെ പോകുമെന്ന പേടി വേണ്ട. പക്ഷെ ഒരു ഹെയർ പിൻ കഴിഞ്ഞപ്പോൾ വീണ്ടും ഇടതുവശം താഴ്വാരമാണ്. ഇടയ്ക്ക് ചില ബൈക്കുകൾ കടന്നു പോകുന്നുണ്ട്. പലയിടത്തും വഴിയരികിൽ പൂക്കൾ കാണാനുണ്ട്. ദൂരെ ചമിയാല ഗ്രാമം കണ്ടു തുടങ്ങുന്നു. പക്ഷേ അത്ര അടുത്തല്ല.
ഇപ്പോൾ ബിലേശ്വർ മഹാദേവ ക്ഷേത്ര കവാടത്തിന് അരികിലെത്തിയിരിക്കുന്നു. കവാടത്തിനരികിൽ പാർക്കിങ്ങിൽ വണ്ടി വെച്ചു. ഗോതമ്പ് പാടത്തിനരികിലൂടെ ക്ഷേത്രത്തിലേക്ക് നടക്കുകയാണ്. കൊയ്ത്തിനു തയ്യാറായ ഗോതമ്പ് ചെടികൾ. പാതയ്ക്ക് ഇടതുവശം ഒരു വീടാണ്. പാടങ്ങൾക്ക് നടുവിലും വീടുകൾ കാണാം. ലോക്കിംഗ് ടൈൽസ് ഒക്കെ ഇട്ട് ഇരുവശവും കമ്പികൾ കൊണ്ട് കെട്ടിയ നടവഴി. വഴിക്കരികിൽ വലതുവശത്തുകൂടെ വെള്ളം ഒഴുകുന്നുണ്ട്. കൃഷിസ്ഥലത്തേക്ക് പോകുന്ന വെള്ളമാണ്. ഇവിടെ നിന്നും ക്ഷേത്രം കാണാം. തമിഴ് ശൈലിയിലുള്ള ഒരു ക്ഷേത്രം. പലതരത്തിലുള്ള ചായങ്ങൾ പൂശിയ ഗോപുരങ്ങളോട് കൂടിയ തനി തമിഴ് ക്ഷേത്രം. ഗോതമ്പ് കൂടാതെ വഴിയരികിൽ പലതരത്തിലുള്ള പച്ചക്കറികളും കൃഷി ചെയ്ത് കാണാനുണ്ട്. ഏതൊക്കെയോ അറിയാത്ത പച്ചക്കറികൾ. ഗോതമ്പ് കൂടാതെ പലതരം മില്ലറ്റുകളും ഇത്തരം ഗ്രാമങ്ങളിൽ കൃഷി ചെയ്യുന്നുണ്ട്. ഉരുളക്കിഴങ്ങ്, ഉള്ളി, മുള്ളങ്കി, ക്യാരറ്റ് അങ്ങനെ പലതും കൃഷിയിൽ പെടുന്നുണ്ട്. നടന്നെത്തുന്നത് ഒരു ചെറിയ കവാടത്തിനരികിലേക്കാണ്. കുറെ മണികൾ തൂക്കിയിട്ടിരിക്കുന്ന ഒരു കവാടം. പല വലിപ്പത്തിൽ പലതരം നാദങ്ങൾ പുറപ്പെടുവിക്കുന്ന മണികൾ. ഇതാണ് ക്ഷേത്രത്തിന്റെ മുൻവശം. നന്ദികേശന്റെ ചെറിയൊരു പ്രതിമയുണ്ട് മുൻപിൽ തന്നെ. പുതുക്കിപ്പണിത ക്ഷേത്രത്തിലെ പഴയ നന്ദി വിഗ്രഹമാണ്. സ്വയംഭൂ ശിവലിംഗമാണ് പ്രതിഷ്ഠ. ഉമ്മം എന്ന ചെടിയുടെ പൂക്കളാണ് വെളുത്തു കാണുന്നത്. ശിവപൂജയ്ക്ക് പ്രധാനമാണ് ധത്തൂര എന്ന് സംസ്കൃതത്തിലും ഹിന്ദിയിലും പറയുന്ന ഉമ്മത്തിൻ പൂവ്. ഈ ക്ഷേത്രത്തിലെ ശ്രീകോവിലിനകത്ത് നമുക്ക് കയറാനാകില്ല. അതിനാൽ പൂജാരിജി തന്നെയാണ് എനിക്ക് വേണ്ടി ഇതെല്ലാം പകർത്തി തന്നത്. ഇതാണ് സ്വയംഭൂ ശിവലിംഗം. ചെറിയൊരു നന്ദികേശനെ ഇവിടെ കാണാം. ഇതെല്ലാം പഴയ ക്ഷേത്രത്തിലുണ്ടായിരുന്ന ശിലാവിഗ്രഹങ്ങളാണ്. ശിവപാർവതിമാരുടെ പല തരത്തിലുള്ള മൂർത്തികൾ. ഇവയെല്ലാം കടുപ്പമേറിയ ഗ്രാനൈറ്റ് ശിലകളിൽ കൊത്തിയുണ്ടാക്കിയവ തന്നെയാണ്. ആദിശങ്കരൻ ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണം ചെയ്ത സമയത്ത് നിർമ്മിച്ചവയാണ് ഈ കാണുന്ന ശിലാവിഗ്രഹങ്ങളെല്ലാം. ഗണപതി. പലതരത്തിലുള്ള ശംഖുകൾ.
ഗണപതിയുടെ തന്നെ മറ്റു രണ്ടു തരത്തിലുള്ള മൂർത്തികൾ. ആദിപരാശക്തി, യോഗി രൂപത്തിലുള്ള ശിവൻ. ഇദ്ദേഹമാണ് ഇതെല്ലാം എനിക്ക് വീഡിയോയിൽ പകർത്തി തന്ന പണ്ഡിറ്റ് ദേവേന്ദ്ര പ്രസാദ് തിവാരി എന്ന റാവൽ. ഗഡ്വാളി ഭാഷയിൽ റാവൽ എന്നാൽ പൂജാരി എന്നാണ് അർത്ഥം. ക്ഷേത്രോദ്ഭവത്തിന്റെ കഥ അദ്ദേഹം വിവരിച്ചു തന്നു. പണ്ട് വനവാസകാലത്ത് അർജുനൻ പാശുപതാസ്ത്രം കരസ്ഥമാക്കാനായി ശിവനെ തപസ് ചെയ്ത് ഹിമവൽ സാനുക്കളിൽ അലഞ്ഞു. കാട്ടിൽ ഒരു വരാഹത്തെ കണ്ട് അർജുനൻ അതിനെ അമ്പെയ്ത് വീഴ്ത്തി. പക്ഷേ ആ വരാഹത്തിനുമേൽ അതേ സമയത്ത് തന്നെ മറ്റൊരമ്പും തറച്ചിരുന്നു. നോക്കുമ്പോൾ ഒരു വേടൻ തന്റെ പത്നിയുമൊത്ത് കാടിറങ്ങി വരുന്നു. അർജുനനും വേടനും തമ്മിൽ വരാഹത്തിനായി വാക്കുതർക്കമായി. ഒടുവിൽ ആരാണ് പരസ്പരം അമ്പെയ്ത് ജയിക്കുന്നത് അയാളാണ് വരാഹത്തിന്റെ അവകാശി എന്ന് തീരുമാനമായി. അർജുനൻ അയച്ച ഓരോ അമ്പും വേടൻ നിഷ്പ്രയാസം തന്റെ അമ്പിനാൽ മുറിച്ചു കളഞ്ഞു. മാത്രവുമല്ല തന്റെ ശരങ്ങളാൽ അർജുനനെ മുറിവേൽപ്പിക്കുകയും ചെയ്തു. കോപാകുലനായ അർജുനൻ ശരങ്ങളിൽ മന്ത്രശക്തി ആവേശിച്ച് വേടനുമേൽ പ്രയോഗിച്ചു. ആ ശരങ്ങളെല്ലാം പുഷ്പമാല്യങ്ങളായി വേടനു മുകളിൽ വീണു. അമ്പരന്ന അർജുനൻ വേടൻ ഒരു അസാധാരണക്കാരനാണെന്ന് തിരിച്ചറിഞ്ഞു. അഹങ്കാരമെല്ലാം ശമിച്ച അർജുനൻ വേടനെ സാഷ്ടാംഗം നമസ്കരിച്ച് സ്വരൂപം കാട്ടിത്തരുവാൻ അപേക്ഷിച്ചു. പാർവതീ സമേതനായി ദർശനം നൽകിയ പരമശിവൻ അർജുനന്റെ കഴിവുകൾ പരീക്ഷിച്ചറിഞ്ഞ് സന്തുഷ്ടനായി പാശുപതാസ്ത്രം പാർത്ഥന് സമ്മാനിച്ചു. ശിവൻ ഭില്ലരൂപത്തിൽ അർജുനനെ പരീക്ഷിച്ച ആ സ്ഥലമാണ് ഈ ചാമിയാല എന്ന ഗ്രാമം. ഭില്ലൻ എന്നാൽ വേടൻ, കിരാതൻ എന്നെല്ലാം അർത്ഥം. പാണ്ഡവന് ആദ്യമായി ശിവരൂപ ദർശനം ലഭ്യമായ ഈ സ്ഥലം പ്രഥം കേദാർ എന്നും അറിയപ്പെടുന്നു. ഏകലവ്യനോടുള്ള അർജുനന്റെ അനിഷ്ടം കാരണമാണോ പരമശിവൻ ഒരു കിരാതവേഷത്തിൽ തന്നെ പ്രത്യക്ഷനായി അർജുനനെ പരാജയപ്പെടുത്തിയത് എന്ന് എനിക്ക് തോന്നി. പാണ്ഡവർ ഭാരതയുദ്ധത്തിന് ശേഷം പാപപരിഹാരാർത്ഥം മഹാദേവനെ തേടി ആദ്യം എത്തിയതും ഇവിടെയായിരുന്നു. പിന്നീടാണ് ബൂഡാകേദാറിൽ എത്തുന്നത്. പാണ്ഡവരാണ് എല്ലായിടത്തും ആദ്യം ശിവാലയങ്ങൾ പണികഴിപ്പിച്ചത്. സ്കന്ദപുരാണത്തിൽ കേദാർ ഖണ്ഡത്തിൽ 44-ാം അധ്യായത്തിൽ ഈ ക്ഷേത്രത്തെപ്പറ്റി പറയുന്നുണ്ട്. ഭില്ലേശ്വർ മഹാദേവ ക്ഷേത്രം എന്നറിയപ്പെട്ട ഈ ക്ഷേത്രം പിന്നീട് ഗ്രാമീണ ഭാഷയിൽ അപഭ്രംശം സംഭവിച്ച് ഭില്ലേശ്വർ എന്നത് ബിലേശ്വർ എന്നും വിലേശ്വർ എന്നും അറിയപ്പെടാൻ തുടങ്ങി. ഇന്നും ഭീൽ എന്ന ആദിവാസി സമുദായം ഭാരതത്തിലുണ്ട്. നദിക്കും ഈ പ്രദേശത്തിന് തന്നെയും ഭിലങ്കന എന്ന് പേര് വരാൻ കാരണവും ഭീൽ വംശജർ ധാരാളമായി വസിച്ചിരുന്നതിനാലാണ്. പാണ്ഡവർ നിർമ്മിച്ച ക്ഷേത്രം പിന്നീട് കാലപ്രവാഹത്തിൽ ജീർണിച്ചു. കാലടിയിൽ നിന്നും വന്ന ആദിശങ്കരൻ ഈ ക്ഷേത്രത്തിന്റെയും ജീർണോദ്ധാരണത്തിന് കാരണക്കാരനായി. പിന്നീട് വർഷങ്ങൾക്കിപ്പുറം ക്ഷേത്രം നവീകരിക്കാനായി ഇപ്പോഴത്തെ ശങ്കരാചാര്യ മഠാധിപതി തമിഴ് ശില്പികളെ കൊണ്ടാണ് തമിഴ് ശൈലിയിൽ ഈ ക്ഷേത്രം പുനർനിർമ്മാണം ചെയ്യിച്ചത്. അതിനാലാണിത് തമിഴ് ക്ഷേത്രമാതൃകയിൽ തന്നെ കാണപ്പെടുന്നതും. നേരത്തെ പറഞ്ഞ കഥയും സ്കന്ദപുരാണത്തിലെ വരികളുമാണ് ഇതിലുള്ളത്. ക്ഷേത്രത്തിന്റെ ഇടതുവശമാണിത്. ഹനുമാൻ മൂർത്തിയാണ് ഇവിടെ പ്രതിഷ്ഠ. കരിങ്കല്ലിൽ നിർമ്മിച്ച മറ്റൊരു ശിവലിംഗമാണ് ഇവിടെ. കൂടാതെ പഴയ ക്ഷേത്രത്തിലെ പല മൂർത്തികളും ഇവിടെ വെച്ചിട്ടുണ്ട്.
താമരയിതളുകൾ പോലെ കൊത്തിയ ഒരു കല്ലിനു മുകളിലാണ് ശിവലിംഗം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ മറുവശത്തെ കവാടമാണിത്. ആലിനടിയിലെ ഏതോ ശില്പത്തിലേക്കാണ് റാവൽജി വിരൽ ചൂണ്ടുന്നത്. പഴയ ക്ഷേത്രത്തിലെ കുറെ കരിങ്കൽ ശില്പങ്ങൾ ഇവിടെ കാണാനുണ്ട്. ഈ സിംഹരൂപമാണ് റാവൽജി കാണിച്ചു തരുന്നത്. പണ്ടുകാലത്ത് നോട്ടുകളിൽ ഈ സിംഹരൂപം ഉണ്ടായിരുന്നത് ചിലരെങ്കിലും ഓർക്കുന്നുണ്ടായിരിക്കും. ആലിനു ചുറ്റുമുള്ള ഈ കരിങ്കൽ ശില്പങ്ങൾ പഴയ ക്ഷേത്രത്തിന്റെ ശില്പചാതുര്യവും പഴമയും വിളിച്ചു പറയുന്നു. ആലിനു ചുവട്ടിൽ മറ്റൊരു പ്രതിഷ്ഠയും കാണാനുണ്ട്. ഇത് ശിവപുത്രനായ കാർത്തികേയന്റെ പ്രതിഷ്ഠയാണ്. മീശയോടുകൂടിയ കാർത്തികേയന്റെ യുവാവസ്ഥയിലുള്ള രൂപം. ഭൈരവ പ്രതിഷ്ഠയാണിത്. ആൽമരത്തിനു ചുറ്റും ചരടുകൾ കെട്ടിയിരിക്കുന്നു. മണികളും തൂക്കിയിട്ടിട്ടുണ്ട്. ഇതെല്ലാം ഭക്തർ തന്നെയാണ് ചെയ്യുന്നത്. ഇതുപോലെ അപൂർണമായ ചില ശില്പങ്ങളും കാണാനുണ്ട്. അതിപുരാതനമായ ഈ അവശിഷ്ടങ്ങൾ പല സ്ഥലങ്ങളിലും കൂട്ടിയിട്ടിരിക്കുന്നു. ഈ കാണുന്നത് ഒരു ഹോസ്റ്റലാണ്. 2 വിദ്യാർത്ഥികൾ വരുന്നുണ്ട്. ക്ഷേത്രത്തിനടുത്തു തന്നെ ഒരു സംസ്കൃത വിദ്യാലയമുണ്ട്. അവിടുത്തെ കുട്ടികളുടെ ഹോസ്റ്റലാണിത്. ഉടുമ കെട്ടിവെച്ച വിദ്യാർത്ഥികൾ. ക്ഷേത്രത്തിന്റെ ഓഫീസും മറ്റു മണ്ഡപ ഭാഗങ്ങളുമാണ് ഇവിടെ. മഴ നനയാതെ പരിപാടികൾ നടത്താൻ ധാരാളം സ്ഥലമുണ്ട് ഇവിടെ. സംസ്കൃത വിദ്യാലയത്തിലെ അധ്യാപകരുടെ താമസ സ്ഥലങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ഒരു പ്രൈമറി വിദ്യാലയവുമുണ്ട് ഇതിനു പുറകിൽ. അവിടുത്തെ വിദ്യാർത്ഥികളാണ് ഈ ഊഞ്ഞാലിൽ. ക്യാമറ കണ്ടപ്പോൾ അവർക്കും പോസ് ചെയ്യണം. നിരാശരാക്കിയില്ല. വൃദ്ധനായ ഈ ആൽമരത്തിന് പുറകിൽ കാണുന്നതാണ് സംസ്കൃത വിദ്യാലയം. ശ്രീ ബിലേശ്വർ സംസ്കൃത മഹാവിദ്യാലയം എന്നാണ് 12ാം ക്ലാസ് വരെയുള്ള ഈ വിദ്യാലയത്തിന്റെ പേര്. ചുറ്റുപാടുകളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളും ദൂരസ്ഥലങ്ങളിൽ നിന്ന് വന്ന് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികളും ഈ വിദ്യാലയത്തിലുണ്ട്. ഗുരുകുലാടിസ്ഥാനത്തിലാണ് വിദ്യാഭ്യാസ സമ്പ്രദായം. ഇവർ ആശയവിനിമയങ്ങൾ നടത്തുന്നതും സംസ്കൃതത്തിൽ തന്നെയാണ്. ഉത്തരാഖണ്ഡിൽ പല ക്ഷേത്രങ്ങളോടനുബന്ധിച്ചും സംസ്കൃത വിദ്യാലയങ്ങളുണ്ട്. ക്ഷേത്രത്തിന്റെ തമിഴ് ശൈലി ഇപ്പോൾ വ്യക്തമായി കാണാം. ധാരാളം ചെടികളും മരങ്ങളും ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അവിടെ 2 പ്രത്യേക മരങ്ങളുണ്ട്. അത് കാണുവാനാണ് പോകുന്നത്. രുദ്രാക്ഷമരമാണ് റാവൽജി ചൂണ്ടിക്കാണിച്ചു തരുന്നത്. ഈ മരം കൂടാതെ മറ്റൊരു വലിയ രുദ്രാക്ഷമരം കൂടിയുണ്ട്. ഇലകൾക്കിടയിൽ ധാരാളം കായ്കൾ ഉണ്ടായി നിൽപ്പുണ്ട്. ചെറിയതായി ഉണ്ടായി വരുന്നതേയുള്ളൂ.
ഇതാണ് രുദ്രാക്ഷക്കായകൾ. 3 മുഖങ്ങളുള്ള രുദ്രാക്ഷമാണ് ഇതിലുണ്ടാകുന്നത്. പേയ എന്ന വൃക്ഷമാണിത്. ഇതിന്റെ തൊലി ഹോമത്തിനായി ഉപയോഗിക്കുന്നു. ഇതിന്റെ തൊലിക്ക് അണുക്കളെ നശിപ്പിക്കുവാനും അന്തരീക്ഷം ശുദ്ധമാക്കുവാനുമുള്ള കഴിവുണ്ട്. ചില ചുവന്ന നിറത്തിലുള്ള പഴങ്ങൾ ഇതിലും ധാരാളമായി കാണാനുണ്ട്. പക്ഷികൾക്കും കുരങ്ങന്മാർക്കും വളരെ ഇഷ്ടമുള്ള പഴങ്ങളാണിവ. ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന ഗ്രാമീണരാണ് ഈ പോകുന്നതൊക്കെ. ഇതാണ് രണ്ടാമത്തെ രുദ്രാക്ഷമരം. ക്ഷേത്രത്തിന് മുന്നിലെ വയലിൽ പച്ചക്കറി കൃഷിയാണ്. കൃഷിസ്ഥലങ്ങൾക്കിടയിൽ ഗ്രാമീണ ഭവനങ്ങൾ. എല്ലാം നല്ല ഉറപ്പുള്ള കോൺക്രീറ്റ് കെട്ടിടങ്ങൾ തന്നെയാണ്. 2600ഓളമാണ് ഈ ഗ്രാമത്തിലെ ജനസംഖ്യ. ഏറിയ പങ്കും കൃഷിക്കാരാണ്. ചിലർ കൃഷിക്കൊപ്പം വീടുകളിൽ ഹോം സ്റ്റേ നടത്തുന്നുണ്ട്. കച്ചവടക്കാരുമുണ്ട്. മൊബൈൽ ടവറുകൾ ഇവിടെയെല്ലാം നല്ല നെറ്റ്വർക്ക് കണക്ടിവിറ്റി നൽകുന്നുണ്ട്. പുതിയ തലമുറയിലെ പലരും നഗരങ്ങളിലേക്കും വിദേശങ്ങളിലേക്കും ചേക്കേറിയിട്ടുണ്ട്. മുള്ളങ്കിയുടെ വിത്തുകളാണ് ഈ കാണുന്നത്. ഗോതമ്പ് പാടത്തിൽ ഒരു വശത്തു നിന്ന് വിളവെടുപ്പ് തുടങ്ങിയിരിക്കുന്നു. ബൈക്ക് വെച്ച പാർക്കിങ്ങിലെ പയ്യനാണിത്. റാവൽജി ഞങ്ങൾക്കൊരു ഹോം സ്റ്റേ ശരിയാക്കി തന്നിട്ടുണ്ട്. അവിടേക്കാണ് ഈ പോകുന്നത്. ഇവിടെ ഗ്രാമഭാഗത്ത് റോഡിൽ ലോക്കിംഗ് ടൈൽസ് ആണ് ഇട്ടിരിക്കുന്നത്. റോഡിനിരുവശത്തും പലതരത്തിലുള്ള ധാരാളം കടകളുണ്ട്. ഒരു നാടൻ ചായക്കടയും ഇടതുവശത്തായി ഉണ്ട്. ഇതാണ് ഹോം സ്റ്റേ. മുകളിലത്തെ 5 മുറികൾ ഇവർ ഹോം സ്റ്റേ ആയി കൊടുക്കുന്നു. താഴെ ഉടമസ്ഥന്റെ താമസ സ്ഥലമാണ്. വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ധാരാളം സ്ഥലമുള്ള ഇടമാണ്. 500 രൂപയാണ് മുറി വാടക. വളരെ പരിമിതമായ സൗകര്യങ്ങളുള്ള മുറിയാണ്, പക്ഷെ വൃത്തിയുള്ളതാണ്. ഒരു രാത്രി താമസിക്കാൻ ഇത് ധാരാളമാണ്. ഇന്ത്യൻ രീതിയിലുള്ള ക്ലോസറ്റോട് കൂടിയ ഒരു ടോയ്ലറ്റ്. അതാണ് കൂടുതൽ ഹൈജീനിക്കും സൗകര്യപ്രദവും. ബാൽക്കണിയിൽ നിന്നുള്ള കാഴ്ച അതിമനോഹരമാണ്. ഭിലങ്കന നദിക്കക്കരെയുള്ള ഗ്രാമവും റോഡുമെല്ലാം വളരെ വ്യക്തമായി കാണാം. മലമുകളിൽ നിറയെ പൈൻ മരങ്ങൾ തിങ്ങി വളരുന്നു. പല നിറങ്ങളിൽ മലകൾ കാണപ്പെടുന്നു. അങ്ങ് അപ്പുറത്തെ മലകളിൽ ഇപ്പോഴും വെയിലിന്റെ നാളങ്ങൾ കാണാനുണ്ട്. സമയത്തിന് വളരെ ദൈർഘ്യമുള്ളതായാണ് ഇവിടെ വന്നപ്പോൾ എനിക്ക് അനുഭവപ്പെടുന്നത്.
ജീവിതത്തിലെ ഓട്ടപ്പാച്ചിലുകളോ തിരക്കുകളോ ഒന്നും ഇവിടെ കാണാനില്ല. എങ്ങും തികഞ്ഞ ശാന്തത. ഇവിടെ റോഡിനപ്പുറത്തെ വീടിനരികിൽ ഒരു സ്ത്രീ ഗോതമ്പ് കൊയ്യുകയാണ്. തനിയെയാണ് ചെയ്യുന്നത്. ഒട്ടുമിക്കവരും സ്വന്തം ആവശ്യത്തിനുള്ള ഗോതമ്പാണ് കൃഷി ചെയ്തെടുക്കുന്നത്. അധികമായുള്ളത് വിൽപ്പനയ്ക്കായുള്ള സൗകര്യങ്ങളും ഇവിടെയുണ്ട്. ഉത്തരേന്ത്യയിൽ പല സ്ഥലങ്ങളിലും മണ്ഡി സിസ്റ്റമാണുള്ളത്. കർഷകർ ആവശ്യക്കാരന് നേരിട്ട് വിൽക്കാതെ മണ്ഡികളിലെത്തിച്ച് അവിടെ വിൽക്കുന്നതാണ് പതിവ്. കർഷകരുടെയും ഉപഭോക്താവിന്റെയും ഇടയിലുള്ള ഒരു ട്രേഡിംഗ് സിസ്റ്റമാണ് മണ്ഡി. ഇടത്തരം സാമ്പത്തിക ശേഷിയുള്ളവരാണ് ഗ്രാമീണരിൽ അധികവും. സർക്കാരിന്റെയും സ്വകാര്യ മാനേജ്മെന്റിന്റെയും സ്കൂളുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. 60% ഇവിടുത്തെ ലിറ്ററസി റേറ്റ്. ഹോം സ്റ്റേ കോമ്പൗണ്ടിലെ ആഡു എന്ന് പറയുന്ന പീച്ച് മരമാണിത്. നിറയെ കായ്കൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ പഴുക്കുന്നതിന് മുൻപ് കുരങ്ങന്മാർ തിന്നു തീർക്കും. റോസാപുഷ്പം പോലെ കാണപ്പെടുന്ന ഒരു പൂ, പക്ഷെ ഇത് റോസല്ല. മുള്ളങ്കിയുടെ ഉണങ്ങിയ കായ്കൾക്കുള്ളിൽ നിന്ന് വിത്തുകൾ ശേഖരിക്കുകയാണ് ഹോം സ്റ്റേയിലെ സ്ത്രീകൾ. സന്ധ്യയ്ക്ക് ക്ഷേത്രത്തിലെ ആരതി കാണാൻ ഇറങ്ങിയതാണ്. വയലുകൾക്കിടയിലൂടെ ഇളം കാറ്റേറ്റ് ഒരു സായാഹ്ന സവാരി. നടക്കുന്നതിനിടെ ദ്വാപരയുഗത്തിൽ ഇവിടെ നടന്ന അർജുന കിരാത സംവാദം മനസ്സിൽ സങ്കല്പിച്ചു നോക്കി. ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞുപോയിരിക്കുന്നു. ഇന്ന് അർജുനനില്ല. പക്ഷേ ഇതിഹാസങ്ങളും സ്ഥലങ്ങളും ഇന്നും നിലനിൽക്കുന്നു. ഇനിയും അത് തലമുറകളിലേക്ക് പ്രയാണം നടത്തും. ഒന്നുകൂടി ക്ഷേത്ര ദർശനം നടത്തി ആരതിയിൽ പങ്കെടുത്തു. വഴിപാടുകളില്ലാത്ത ക്ഷേത്രങ്ങൾ. ഭക്തൻ നേരിട്ട് ആരതി നടത്തുന്ന പ്രതിഷ്ഠകൾ. മനസ്സ് വളരെ ശാന്തം. ഇനി ഹിമവാന്റെ മടിത്തട്ടിൽ ശുദ്ധവായു ശ്വസിച്ച് സുഖനിദ്ര. നാളത്തെ യാത്ര ചന്ദ്രകൂട പർവ്വതത്തിൽ സ്ഥിതി ചെയ്യുന്ന ശക്തിപീഠമായ ചന്ദ്രമനി ക്ഷേത്രത്തിലേക്കാണ്. ആ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നമസ്കാരം.